പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചിത്തത്തിലൂടെയും ദൈവത്തോടടുത്ത് പുണ്യം നേടാനുള്ള പരിശ്രമത്തിലാണല്ലോ ഈ നോമ്പ് കാലത്തിൽ. ഒത്തിരിയേറെ ധ്യാന ചിന്തകളും പരിഹാരങ്ങളും പ്രാശ്ചിത്തങ്ങളൊക്കെ ചെയ്യാനൊരുങ്ങുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈശോയോട് കൂടുതൽ അടുക്കാനുള്ള വഴികൾ തേടുകയാണ് നമ്മൾ. സാധാരണ നോമ്പിൽ നമ്മൾ കേൾക്കുന്ന 2 പദമാണ് ഉപവസിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളത്. ഉപവസിക്കാനും ഉപേക്ഷിക്കാനും നമ്മളൊക്കെ തയ്യാറാണ്. എന്താണ് നമ്മൾ ഉപേക്ഷിക്കുക? ഞങ്ങളൊക്കെ കുമ്പസാരിപ്പിക്കുമ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കുറ്റം പറയുന്നത് കേൾക്കാനും കുറ്റം പറയാനുമുള്ള താല്പര്യം നമുക്കൊക്കെയുണ്ട്. പക്ഷെ ഞാൻ അവരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് കുറ്റം പറയുന്നത് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുക? ഞാൻ ആരെപ്പറ്റി കുറ്റം പറയുന്നുവോ അവരുടെ നന്മകൾ എണ്ണി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മിൽ ആരാണ് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവർ? എത്രമാത്രം കുറ്റങ്ങളുണ്ട് എങ്കിലും അവരിൽ കുറേ നന്മകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എപ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ആഗ്രഹം തോന്നുന്നോ അപ്പോഴൊക്കെ അവരുടെ നന്മകളെ നമ്മൾ എണ്ണിയാൽ ഈ കുറ്റം പറയുന്നത് ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇനി ഞാൻ കുറ്റം പറയുകയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തതുകൊണ്ടായില്ല. അതിനെ പരിഹരിക്കാൻ അവരെൻ്റെ നന്മകളെ എണ്ണി നന്മകൾ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ചീത്ത കൂട്ടുകാരെ ഉപേക്ഷിച്ചതുകൊണ്ടായില്ല. നല്ല കൂട്ടുകാരെ കണ്ടെത്താൻ സാധിക്കണം. നല്ല കൂട്ടുകാരോട് കൂടെ കൂടാനായിട്ട് സാധിക്കണം. മദ്യപാനവും അതുപോലെയുള്ള പാപങ്ങളും ഉപേക്ഷിച്ചതുകൊണ്ടായില്ല. നന്മ കൊണ്ട് നിറയാൻ സാധിക്കണം. അതാണല്ലോ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. പിശാചുകളെ പുറത്താക്കി തിരിച്ചു വന്നപ്പോൾ ശൂന്യമായി കണ്ടതുകൊണ്ട് ഉപേക്ഷിച്ചതിൽ പുറത്താക്കിയതിൽ കൂടുതൽ തിന്മ നിറഞ്ഞ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ പരിശ്രമം അതിനാകണം. നന്മ കാണാൻ, നന്മ പറയാൻ, നല്ല കൂട്ടുകൂടാൻ, ഉപേക്ഷിക്കുന്നതോടൊപ്പം നന്മകളെ പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം. അതാണ് നോമ്പിൻ്റെ അരൂപിയായിട്ട് ചൈതന്യമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. അങ്ങനെ പുണ്യത്തിൽ വളരുമ്പോഴാണ് നമ്മൾ ഈശോയോട് അടുക്കുക. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ലൊരു നോമ്പുകാലം ഏവർക്കും ആശംസിക്കുന്നു.